ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ എമ്പുരാൻ്റെ ഷൂട്ടിംഗ് പൂർണ്ണമായി കഴിഞ്ഞു. അത് പാക്കപ്പ് ചെയ്ത് പറഞ്ഞൊരു അപ്ഡേറ്റ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതും വന്നിരിക്കുന്നു അതിഗംഭീരമായ ഒരു പോസ്റ്ററിലൂടെയാണ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മാർച്ച് 27, 2025 ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ് ചെയ്യുമെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. എന്തായാലും വളരെയധികം കേട്ട സന്തോഷമായി. കാരണം നമ്മൾ എന്താ പറയുക, ഈ ലൂസിഫർ കഴിഞ്ഞൊരു ഹാങ് ഓവറിന് ഇരിക്കുന്ന ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് കാലമായിട്ട് മോഹൻലാലിൻ്റെ ഇങ്ങനെ ഒരു സ്വാഗ് നിറഞ്ഞ സിനിമ നമ്മൾ കണ്ടത് ലൂസിഫറിലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയധികം ക്യാൻവാസുകളോട് വരികയും അത് ഓരോ തരത്തിലും ഈ മുരളി ഗോപി എന്ന ആളുടെ ഒരു കഥയും അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും ഒക്കെ വളരെ നല്ല അടിപൊളിയായിരുന്നു. അത് എടുത്ത് ഫലിപ്പിക്കാൻ പൃഥ്വിരാജ് എന്ന ആക്ടർക്ക് അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന ഡയറക്ടറിന് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. കാരണം അതും വളരെ പുതുമുള്ള ഒരു ആവിഷ്കാരമായിരുന്നു. എല്ലാം കൊണ്ടും വളരെ എന്താ പറയുക, പെർഫോമൻസും അതുപോലെ തന്നെ കഥയും കഥാപശ്ചാത്തലം എല്ലാം ഒരു പ്രത്യേകതയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അന്നല്ല ഈ സിനിമ കേട്ടിരുന്ന ഒരു കമൻസ് എന്ന് പറയുന്നത് പഴയൊരു വൈൻ എടുത്ത് പുതിയ കുപ്പിലാക്കിയെന്ന് വളരെ ആപ്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു വേർഡ് തന്നെയായിരുന്നു ഈ ലൂസിഫറിൻ്റെ കാര്യത്തിൽ. അതെല്ലാവരും ശരിവെക്കുന്നത് തന്നെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ എമ്പുരാൻ എന്ന സിനിമയിലേക്ക് മോഹൻലാലിൻ്റെ വേറൊരു തലം, അതിന് സ്റ്റീഫൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് അണ്ടർ വേൾഡ് ടോണായി വരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലൂസിഫറിൻ്റെ എൻഡിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ഒരു ടൈലൻഡ് വേർഡ് അങ്ങനെ തന്നെയാണ്. അപ്പം എന്നിരുന്നാൽ ഈ സിനിമയുടെ മേക്കിംഗ് കൊണ്ടും അതിൻ്റെ കഥയും കൊണ്ടും വളരെയധികം മുന്നിൽ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം മുരളി ഗോപി തന്നെയാണ് ഫസ്റ്റ് ലൂസിഫർ ചെയ്ത് എഴുതി കഥയും തിരക്കഥയൊക്കെ എഴുതിയതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇതിലും ചെയ്യുന്നുണ്ടാവുന്നല്ലേ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ എന്തെന്നാലും അതിൻ്റെ ഒരു വിഷ്വലൈസേഷനും അദ്ദേഹത്തിൻ്റെ പറയുന്ന രീതി ഒരു വൈഡ് ക്യാൻവാസ് ആയിരുന്നു ഫസ്റ്റ് എങ്കിൽ ഇതും അതിനേക്കാളും വലുതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്കായിട്ട് അത് കണക്ട് ചെയ്യുന്നത് അത് ഓരോ പോസ്റ്ററിലും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം ഇതിൻ്റെ കഥയും മറ്റേ അതിൻ്റെ വാറൊക്കെ വയസ്സുകളിലൊക്കെയാണ് ഓരോ എന്താ പറയുക, ഹെലികോപ്റ്റർ കാണുന്നു, തോക്ക് കാണുന്നു, വെടിവെച്ച കാണുന്ന പോലെയൊക്കെ കുറേയൊക്കെ കാണുന്ന ഒരു പോസ്റ്ററിലൂടെ നമുക്ക് കണ്ട് മനസ്സിലായി കഴിഞ്ഞു. അപ്പം ഇനി അത് ഈ കണ്ടതെല്ലാം തന്നെ ഇനി പ്രതീക്ഷയ്ക്കൊത്ത് വളരുന്നുണ്ടോ ഇല്ല എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് ചെക്ക് ട്രെയിലർ വരും, ടീസർ വരും, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് വരും. അതോടൊപ്പം തന്നെ ഈ സിനിമ എന്തായാലും മാർച്ച് 27, 2025 ഈ സിനിമ റിലീസ് ചെയ്യും. അതിനുള്ളിൽ തന്നെ ഈ പറയുന്ന എല്ലാം ട്രെയിലറും ടീസറും അങ്ങനെ പറയുന്ന എന്ത് അപ്ഡേറ്റ്സും വന്നിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കുന്നു വളരെയധികം വലിയ സിനിമയായിട്ട് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഞാനും പ്രതീക്ഷിക്കുന്നു. പക്ഷെ പ്രതീക്ഷയ്ക്കകത്ത് വളരെയോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ കണ്ടന്റ് തീരുമാനിക്കണം. കാരണം എനിക്ക് മോഹൻലാൽ എന്ന ആക്ടറിനോട് പറയാനുള്ളൊരു കാരണം, അദ്ദേഹത്തിന് ഈ ഒരു പ്രതീക്ഷ എപ്പോഴെല്ലാം പ്രേക്ഷകർ കൂടുന്നുണ്ടോ അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പിൻവലിവ് ഉണ്ടായിട്ടേ ഉള്ളൂ. ഉദാഹരണമായിട്ട് പറയുന്ന വാലിബിൻ്റെ കാര്യത്തിലേക്ക് എല്ലാവർക്കും ക്ലിക്കായില്ല. എനിക്ക് കുഴപ്പം തോന്നിയില്ല. പക്ഷെ എന്നാലും എല്ലാവർക്കും ക്ലിക്കാവുന്ന പോലെ ആയില്ല. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്കിപ്പം എന്ത് തന്നെ നമ്മളിപ്പോൾ ഏത് ക്യാൻവാസിൽ എടുത്താലും പടത്തിൽ പറയുന്ന സംഭവം ഒരു കണക്ടിവിറ്റിയും ഒരു സ്റ്റോറി ലൈനും സ്റ്റോറി ലൈനും ഇതൊക്കെ വരിക, ഒരു കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു മിസ്സിങ് അവിടെ കിട്ടിയ അപ്പോൾ കൈതുപോകും. അതിപ്പോൾ ഈ വലിയ പ്രതീക്ഷയ്ക്ക് വരുന്ന സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു വലിയൊരു തലവേദനയാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അധികം പ്രതീക്ഷ ഒരു ഹൈപ്പ് കൊടുക്കാതെ വളരെ നോർമലായിട്ട് വന്ന് പോകാം. എന്ന് വെച്ചാൽ പോയി ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ പല സിനിമകളും വളരെ നോർമലായിട്ട് വന്ന് പോകും, അപ്പോൾ അത് ഹിറ്റായി മാറും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇതുപോലെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ പടം ഒരു ആവറേജ് ആയി വരും. അല്ലെങ്കിൽ ആവറേജ് വരികയാണെങ്കിൽ പോലും നമുക്കൊന്ന് പ്രതീക്ഷിക്കാം, കുഴപ്പമില്ല, നമുക്ക് മൗത്ത് പബ്ലിസിറ്റി കണ്ടിട്ട് പടം അടിച്ചു കയറിപ്പോവും. ഇതും ഒരു വൻ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒത്തു വളർന്നില്ലെങ്കിൽ പ്രേക്ഷകർ അവരവരുടെ ആ സങ്കടവും അതൊക്കെ പറഞ്ഞ് പുറത്തു പറയും. പിന്നെ അതിനുശേഷം വളരെ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിഗംഭീരമായ ഒരു സ്ക്രിപ്റ്റ് എഴുതാനും കഥ എഴുതാനും കഴിവുള്ള വ്യക്തിയാണ് മുരളി ഗോപി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് വളരെ വിശ്വാസമുണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ നമുക്ക് മാർച്ച് 27 അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ കാണാം. പിന്നെ ബാക്കിയുള്ള എന്ത് അപ്ഡേറ്റ്സ് വരികയാണെങ്കിലും ഈ സിനിമയുടെ ഞാൻ നിങ്ങൾ ഈ ചാനലിൽ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാം തന്നെ അറിയുന്ന പോലെ തന്നെ എനിക്കും അറിയുന്നത് കുറേയധികം പോസ്റ്റേഴ്സും മറ്റു ഇൻഫർമേഷനുമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നെല്ലാം നോക്കി കാണുമ്പോൾ ഒരു ഇന്റർനാഷണൽ ഫിലിം ആയിട്ടായിരിക്കും വരിക എന്ന് വിശ്വസിക്കുന്നു. കാരണം അത്രമാത്രം അതിൻ്റെ ക്യാൻവാസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം അതോടൊപ്പം തന്നെ ഒരു ലാസ്റ്റ് ടൈം ഒരു വില്ലനാണോ അങ്ങനെ വില്ലനാണെന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതും വളരെയധികം വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. ആ ഒരു പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തൊരു വലിയ അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ എന്നിരുന്നാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കഥ പറച്ചിലും അതിന് ഒരു മോഹൻലാലിൻ്റെ സ്വാഗ് നേടിയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിയേറ്ററിൽ പൂരപ്പറമ്പാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മാർച്ച് 27 ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നേരുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്കും നല്ല നേരുന്നുണ്ട്. ബൈ, see you.